ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പോയി വീട്ടിലെത്തി പിന്നെ ഒരു കപ്പ് ചായയെല്ലാം കുടിച്ച് ഒടുക്കത്തെ ചൂടാന്ന് പുറത്ത് സഹിക്കാൻ വയ്യാത്ത ചൂടും. പിന്നെ ക്ലീനിങ്ങെല്ലാം ഉണ്ടായിരുന്നു. ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ് അലക്കാനും അടിക്കാനും പിന്നെ ഇച്ചിരി ചില ഹൗസ് ഹോൾഡ് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് അലക്കി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലൊരു പുതിയൊരു അതിഥിയുണ്ട്. എവിടുന്ന് വന്നതെന്നൊന്നും അറിയില്ല, കാണാൻ നല്ല അടിപൊളി ഉണ്ടായിരുന്നു. ഇന്ന് ഷോപ്പിങ്ങിനും പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് വർക്കെല്ലാം ചെയ്ത് തീർത്ത് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു, നാട്ടിൽ പോകുന്ന കുറച്ച് പർച്ചേസും കാര്യമെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ലുലുവിൽ വന്നു. പിന്നെ അങ്ങനെ കുറച്ച് നോക്കിയപ്പോൾ ഇതിങ്ങനെ കുറേ മഗ്സ്, ഇങ്ങനെ എസ്തറ്റിക് മഗ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലത്തെ പണ്ട് നൊസ്റ്റാൾജിക് മൂമെൻറ്റ്സ് ആയിരുന്നു. എന്താണ് തേൻ മിഠായി, പിന്നെ നമ്മളെ നാരങ്ങ മിഠായി, ഇതെല്ലാം നമ്മൾ നൊസ്റ്റാൾജിക് ഫീൽ വന്നു. പിന്നെ അതെല്ലാം ബില്ല് ചെയ്ത് നമ്മൾ പിന്നെ എവിടെ നിന്ന് ഇറങ്ങിയാലും മിനീസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒന്ന് കയറിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതിനൊന്ന് കയറി 2 ഫേസ് മാസ്ക് എല്ലാം എടുത്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ ഫ്രഷ് ഫ്ലവർ പൊക്കെയാന്ന് കൊടുക്കാനുണ്ടായിട്ടുണ്ട്. അപ്പം അത് ചെയ്യുന്നതാണെന്നുണ്ടായി. അപ്പം അതിൻ്റെ ലീവ്സ് എല്ലാം എടുത്ത് പിന്നെ ഫ്ലവർ മാത്രമാക്കി പിന്നെ ഒരു ബേബി ബഡും വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അതിൽ കുറച്ച് ബേബി ബഡ്സും കൂടി ഫിറ്റ് ചെയ്തിട്ട് പിന്നെ വൈറ്റ് തീമായിരുന്നു ഉണ്ടായിട്ടുണ്ട്. അപ്പം വൈറ്റ് റെഡും തീമാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈറ്റ് ഷീറ്റിലാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ വൈറ്റ് ഷീറ്റ് എടുത്ത് പിന്നെ കുറച്ച് എൻഹാൻസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ ബേബി ബഡ്സ് ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ടാണ് ചെയ്തത്. ആദ്യമല്ലേ ഈ ബൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാൻ സ്റ്റാർട്ടായ സമയത്ത് ബൊക്കെ ചെയ്യുമ്പോൾ കുറേ വീഡിയോസും കാര്യമെല്ലാം നോക്കിയെങ്കിലും ബട്ട് നമുക്ക് ആ ഒരു എനിക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ക്യാച്ചാക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം ട്രൈ ചെയ്ത് പിന്നെ ഇപ്പം ഓക്കെ ആയി ചെയ്യാൻ വേണ്ടി. ഇപ്പം ബൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടമായി. പിന്നെ എല്ലാവരും ഇപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് അതാണെമ്പം എടുത്തു വെക്കുക, ഫ്രഷ് ഫ്ലവറിനെ പോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ വാടിപ്പോവും, ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ കസ്റ്റമറിന് പ്രത്യേകം മോഡൽസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്ക് ബഡ്ജറ്റ് ഇത്തിരി കുറവായതിനാൽ അയച്ച ബൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അത് ബഡ്ജറ്റിൽ കവർ ആവുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഐഡിയാസ് അവരെ ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഇഷ്ടമായി ഈ ബൊക്കെ. ഞാൻ ചെയ്തത് വെച്ചിട്ട് കുറച്ചും കൂടി എനിക്ക് ഏറ്റവും നല്ലോണം ഇഷ്ടം ആയ ഒരു ബൊക്കെയാണിത്. പിന്നെ അവർക്ക് മിഡ് നൈറ്റ് ഡെലിവറിയാണ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഇപ്പം നോർമലി മിഡ് നൈറ്റ് ഡെലിവറി കുറവാണ് എടുക്കുക, ദുബായിലെല്ലാം ആകുമ്പം കുറവാണ് എടുക്കാനുണ്ടായത്. അപ്പം ഇത് നമുക്ക് ദുബായിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ഹൈ ബൾക്ക് ഓർഡറിൻ്റെതായതുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഒരു ഷവറെല്ലാം ഷവർ കഴിഞ്ഞിട്ട് പിന്നെ സ്കിൻ കെയറും ചെയ്തിട്ട് സ്കിൻ കെയറിന് നോർമലി യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ്. പിന്നെ ഞാനിപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഒരു കോസറെക്സിൻ്റെ ഒരു സ്നെയിൽ ക്രീമുണ്ട്, അതാണ്. ബട്ട് ഭയങ്കര ബെനിഫിറ്റാണ്. ഇപ്പോൾ ലാസ്റ്റ് 1 month ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ബാമും കൂടി ഇടും, അത് തന്നെയാണ് ഇപ്പം എൻ്റെ സിസ്റ്ററിലോ ചെയ്യുന്നതാണ്. ലിപ് ബാം ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് അറൗണ്ട് 1 year യൂസ് ചെയ്യുന്നു. നല്ല ബെനിഫിറ്റ് ഉണ്ട്. പിഗ്മെൻറ്റേഷനെല്ലാം നല്ലോണം കുറയുന്നുണ്ട്. ഞാൻ പേജിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്.